അല്ല, ഒട്ടേറെ ആളുകൾ പങ്കെടുത്തിരുന്നില്ല. പുതിയ സ്ഥാനത്തെത്തിയവരും ആ സ്ഥാനത്ത് നിന്ന് മാറുന്നവരും ഞാനടക്കമുള്ള എല്ലാവരും ഞങ്ങൾ പങ്കെടുത്തിരുന്നു. പ്രധാനപ്പെട്ട എല്ലാവരും പങ്കെടുത്തിരുന്നു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അത് അവരോട് ചോദിക്കണം. ഓരോരുത്തരുടെ എല്ലാ MP-മാരും MLA-മാരും ഒക്കെ ഒരുപാട് പരിപാടി തിരക്കുള്ള ആളുകളല്ലേ. ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു. അതൊക്കെ AICC തീരുമാനിക്കേണ്ടത്. പുനഃസംഘടന നേരത്തെ ചർച്ച ചെയ്ത അവസരത്തിൽ KPCC തലത്തിൽ പുനഃസംഘടന കഴിയുമ്പോൾ സ്വാഭാവികമായും ജില്ലാ തലത്തിലുള്ള പുനഃസംഘടനയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നേതൃത്വത്തെ മുഴുവൻ ഇപ്പോൾ പൊളിച്ചു വരുത്തിയല്ലോ. അപ്പോൾ താഴോട്ട് ജനറൽ സെക്രട്ടറിമാർ ആ പദവികളിലൊക്കെ അതെല്ലാം ഇപ്പോൾ AICCയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ DCCകൾ പുനഃസംഘടിപ്പിക്കണം. ഏതൊക്കെ DCC പുനഃസംഘടിപ്പിക്കണം, മൊത്തത്തിലാണോ അതോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് നിലനിർത്തി അല്ലാത്തതാണോ, ഇതൊക്കെ AICC എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ദളിത് പ്രാതിനിധ്യമില്ലെന്നുള്ളൊരു പ്രതികരണം. അയ്യോ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ? കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെയല്ലേ അല്ല, അതൊക്കെ അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ കാലത്തും ദളിത് പ്രാതിനിധ്യം വളരെ കൂടുതലുള്ള, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ദളിത് സമുദായത്തിലുള്ള ആളല്ലേ. അപ്പോൾ പിന്നെ പ്രാതിനിധ്യമില്ല. അദ്ദേഹം മാറിയപ്പോൾ ഒരു വേറൊരു നേതാവ് തന്നെയല്ലേ വന്നത്, AP അനിൽകുമാർ.